1 day 705 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻഷാല്ലാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാനറും എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. 13th തുടങ്ങണമാണ് മൊഡ്യൂൾ എക്സാം 1. അതിൽ വരുന്ന മാർക്കുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ നീറ്റ് ആസ്പിരൻസ് നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, ബട്ട് സ്റ്റിൽ ദേ ഫീൽ ലോസ്റ്റ്. അവർ എഫേർട്ട് ഇടാത്തതല്ല അവരുടെ പ്രശ്നം ഉണ്ടാവുക, അവർക്ക് മാർക്ക് കുറയുന്നതിൻ്റെ കാര്യം അവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാത്തതാണ്. ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു വീക്ക്ലി പ്ലാനർ ഉണ്ടാക്കാം, ഡെയിലി പ്ലാനർ ഉണ്ടാക്കാം, മന്ത്ലി പ്ലാനർ ആൻഡ് എ ലോങ് ടേം പ്ലാനർ, ഈ 4 പ്ലാനേഴ്സ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെയൊക്കെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ള കാര്യം കറക്റ്റ് മനസ്സിലാവും. ആൻഡ് ഹായ്, ഐ എം അഫ്ര മുജിബ്, എ 3rd year MBBS student at Government Medical College, Kozhikode. Why do you need a planner? നീറ്റിൻ്റെ സിലബസ് വളരെ ഹ്യൂജ് ആണ്, വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. നിങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പഠിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ NCERT വായിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കാണാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അറിയാത്ത കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ കൃത്യമായി പഠിക്കണം, ഇന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്ലാനർ ഉണ്ടാക്കുന്നത്. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം, നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഓവർകം ചെയ്യലാണല്ലോ നമ്മുടെ എയിം. അങ്ങനെയല്ലേ നമുക്ക് എല്ലാവർക്കും മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്ലാനർ ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഐ ഡിഡ്ന്റ് ഹാവ് എ പ്ലാനർ, ഐ ഡിഡ്ന്റ് ഹാവ് ഷോർട്ട് നോട്ട്സ്, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം, കുറേ പഠിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഓർമ്മയില്ല, റിവിഷൻ ഒന്നും കറക്റ്റ് ആയിട്ടില്ല. ബട്ട് റിപ്പീറ്റ് ആയ സമയത്ത് കറക്റ്റ് പ്ലാനർ ഉണ്ടാക്കി, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി, ഫോർമുല നോട്ട്സ് ഉണ്ടാക്കി, കറക്റ്റ് അങ്ങനെ തന്നെ പോയി എക്സാംസിന് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. എക്സാംസ് എല്ലാം എനിക്ക് വൃത്തിയായിട്ട് നടന്നു. ലാസ്റ്റ് നീറ്റിന് എനിക്ക് എന്ത് ചെയ്തു, 650 എന്നുള്ള സ്കോർ കിട്ടി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്ലാനർ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആവട്ടെ, +1 +2 ഏത് സ്റ്റുഡൻറ്റും ആവട്ടെ, ഈ റിപ്പീറ്റേഴ്സും ആവട്ടെ, റിപ്പീറ്റേഴ്സോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വേണ്ടി ഒരു സംഭവമാണ് പ്ലാനർ. ഇന്ന് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് പ്ലാനർ എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യം നോക്കുക. ഫസ്റ്റ് വൺ, ഡെയിലി പ്ലാനർ. ഡെയിലി പ്ലാനർ എന്ന് പറയുമ്പോൾ ഞാൻ നീറ്റിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉണ്ടായിരുന്ന ബുക്കാണ് ഈ ബുക്ക്. ഇങ്ങനത്തെ ഒരു ഡയറി നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ MBBSന് കയറിയതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കാണ് ഈ ബുക്ക്. ഇങ്ങനത്തെ ഒരു ബുക്ക് ഇതാകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആണ്, ഡ്യൂറബിൾ ആണ്, മീൻസ് പിന്നെ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി പേപ്പേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ബുക്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിടാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാങ്ങിച്ച ലിങ്ക്. പിന്നെ ഉള്ളത് സാധാ ഇങ്ങനത്തെ ഡയറി ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ നീറ്റിൻ്റെ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഞാൻ 2022 നീറ്റ് ക്രാക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ഡേറ്റ് വരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് P ബ്ലോക്ക് തീർക്കണം, ഓർഗാനിക് ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കലണ്ടറൊക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡെയിലി പ്ലാനറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞു, എനിക്ക് ജൂലൈയിലാണ് എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഇവിടെ വെറുതെ ഇങ്ങനെ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നൊക്കെ എടുത്തിട്ടത് കണ്ടോ. അപ്പം അങ്ങനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഓരോ മാസം കഴിയുമ്പോൾ ഞാൻ ഓരോ മാസം സ്ട്രൈക്ക് ഓഫ് ചെയ്യണ്ടായിരുന്നു. പിന്നെ ഇതാ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൻ്റെ ഇത് കൊടുത്തിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, അത് നോക്കും, ഇവിടെ കുറേ നിങ്ങൾക്ക് ഇത് കാണാമല്ലോ, കലണ്ടറൊക്കെ കാണാമല്ലോ. അങ്ങനെ ഇപ്പോൾ ഓരോ കലണ്ടറൊക്കെ ഞാൻ വെറുതെ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് 2020 ഡയറി ആയിരുന്നു. അപ്പം 2022 ഞാൻ നീറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഡേറ്റ് എന്തായാലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു എയിംസ് എന്നുള്ളൊരു സംഭവം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. എയിംസ് ഡൽഹി എന്നുള്ള എയിംസ്. അതിൻ്റെ അടിയിൽ ഞാൻ എഴുതിയിട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻഷാല്ലാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാനറും എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നോക്കുമ്പോൾ ഈ സമയത്ത് ഞാൻ അന്ന് എഴുതിയിട്ട സംഭവമാണ്. ബട്ട് ഐ മാനിഫെസ്റ്റഡ് മൈ ഡ്രീംസ് എന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്നേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്ലാനറിൻ്റെ ഉള്ളിൽ എന്താണുള്ള സംഭവം എന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നോക്കി ഇവിടെ കുറേ ചാപ്റ്റേഴ്സ് എഴുതിയിട്ട് കണ്ടോ, കുറേ ചാപ്റ്റേഴ്സ് എഴുതിയിട്ടിട്ടില്ലേ. നമ്മൾ നീറ്റിന് ആവശ്യമുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ ഏകദേശം എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ചാപ്റ്റേഴ്സ് എഴുതിയിട്ടു. എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് വീക്കും സ്ട്രോങ് എന്നുള്ളത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി. ഇപ്പോൾ വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഞാൻ അത് പ്രത്യേകം എടുത്തിട്ട് വേറെ തന്നെ എഴുതി വെക്കും. ഓക്കെ, ഇതിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള സംഭവം. സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അധികം നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട, ഫോക്കസ് കൊടുക്കേണ്ട എന്നുള്ള സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ കണ്ടില്ലേ, ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് തീരെ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയണം കേട്ടോ. ഇനി എന്താണ് ഞാൻ ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകണം. അപ്പം ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സംഭവം, നമ്മൾ ഫസ്റ്റ് ഡെയിലി പ്ലാനർ ആണല്ലോ പറയുന്നത്. ഡെയിലി പ്ലാനറിൽ നിങ്ങൾ ചെയ്യേണ്ട ദിവസം, ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അത് വേണമെങ്കിൽ തലേന്ന് രാത്രി നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ രാവിലെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇന്ന് രാവിലെ എന്താണോ പഠിക്കാൻ പോണത് അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് നേരിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഒരു ഡെയിലി ഞാൻ കാണിച്ചു തരാം. അപ്പം
ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇങ്ങനെ ഓരോ ഡേറ്റ് ഇട്ടത് കണ്ടോ. എന്നിട്ട് ആ ദിവസം ഞാൻ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നോ അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ട്രൈക്ക് ഓഫ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ നമുക്ക് 50 ക്വസ്റ്റ്യൻസ് കാണില്ല, ഡെയിലി ഓരോ ചാപ്റ്ററിൽ 50 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യണം എന്നുള്ളത് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 50 ക്വസ്റ്റ്യൻസ് എന്നുള്ള സംഭവം. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഒരു ഡേയിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. പിന്നെ ഒരു 10-14 മണിക്കൂറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 6 hours മാക്സിമം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ 6 hours ഇങ്ങനെ എഴുതി വെച്ചിട്ട് കണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 6 hours ഇങ്ങനെ പഠിക്കുന്നത്. ഇപ്പോൾ 5:30 to 7:30 ഫസ്റ്റ് സിറ്റിംഗ്, 6:30 to 7:30 സെക്കൻഡ് സിറ്റിംഗ്, 7:45 to 9, 9:15 to 10 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ 5 hours സിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണെന്നാണ് തോന്നുന്നത്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഓവർ റിവ്യൂ പറയണം കേട്ടോ. അപ്പോൾ ഡെയിലി എക്സാമിന് ഡെയിലി പ്ലാനർ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡേ എഴുതാം. മീൻസ് ഇപ്പം ഇന്നിപ്പോഴത്തെ ഡേറ്റ് എത്ര, 20 August എന്ന് വെച്ചോ. 20 August രാവിലെ മുകളിൽ ഡേറ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾ ഇന്ന് പഠിക്കാൻ വിചാരിക്കുന്ന ചാപ്റ്റേഴ്സ്, നമ്മൾ ഓൾറെഡി വീക്ക് ചാപ്റ്റേഴ്സും സ്ട്രോങ് ചാപ്റ്റേഴ്സും കാറ്റഗറൈസ് ചെയ്തല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് അതിന് ശേഷം ഇന്ന് എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചാപ്റ്റേഴ്സ് അതിനടിയിൽ എഴുതാം. അതിൽ 50 questions മിനിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. മിനിമം ആണ് ഒരു 100, എനിക്ക് തോന്നുന്നു ഒരു ചാപ്റ്ററിൽ തന്നെ 500 questions ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവും ആ ഒരു ലോങ് പ്രോസസ്സിൽ. അപ്പോൾ ഒരു 50 questions എങ്കിലും മിനിമം ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങൾ എപ്പോഴാണോ പഠിക്കുന്ന ടൈം എന്നുള്ളത് കറക്റ്റ് ഇതാക്കി വെക്കുക കേട്ടോ. ഇത് ഞാൻ കറക്റ്റ് 6 hours എഴുതിച്ച് 6 hours എന്ന് പറയുമ്പോൾ ക്ലാസ് ഒഴികെയുള്ള 6 hours ഞാൻ കൂട്ടുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം. 8 to 4 നമുക്ക് സാധാരണ ക്ലാസ് ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ക്ലാസ് ഉണ്ടാവും, സ്കൂൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആലോചിക്കുക 5:30 to 7:30 ആണ് ഞാൻ എന്ത് ചെയ്തത് 2 hours രാവിലെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആ 5:30 തന്നെ 5:30 to 6 o'clock എന്നുള്ള സമയം റിവിഷന് വേണ്ടി യൂസ് ചെയ്തു. അത് ഞാൻ അതിനെക്കുറിച്ച് ബാക്കി പറയാം. പിന്നുള്ളത് 6:30 to 7:30 എന്നുള്ളത് 1 hour. അത് പറഞ്ഞാൽ വൈകുന്നേരത്തെ 6:30 ആട്ടോ, രാവിലത്തെ അല്ല. 5:30 to 7:30 കഴിഞ്ഞു രാവിലെ 2 hour. പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു, 8 to 4 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 6:30 to 7:30 1 hour, 8 to 10 2 hour, പിന്നെ 10 to 11 1 hour. അങ്ങനെ 6 hours ഓഫ് സ്റ്റഡി ആണ് ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ എഴുതി വെക്കും, ഓരോ ദിവസം എത്ര മണിക്കൂർ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. ഇതൊക്കെ ഇനീഷ്യലി സ്റ്റാർട്ടിങ് ഫേസിലുള്ളതാണ്. 30/11 ആണില്ല, നവംബർത്താണിത്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ ലാസ്റ്റിലേക്കാണ് റേസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റിന് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് എനിക്ക് ജൂലൈയിൽ എക്സാം ഉണ്ട്. അപ്പോൾ നവംബർ നമുക്ക് കൂട്ടണം, അത് ഇനീഷ്യലി നമ്മൾ ആ ട്രാക്കിൽ കയറുന്ന ഫേസ് അല്ലേ. അപ്പം ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഇത്ര മാസം ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 8 months. ജൂലൈ പകുതി ആകുമ്പോഴേക്ക് എക്സാം ആയിട്ട്. അപ്പോൾ 7 months ഓഫ് സ്റ്റഡിയിലാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ ആയത്. അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കാം. അപ്പോൾ ഡെയിലി പ്ലാനേഴ്സ് എന്താണ്, നമ്മൾ അന്ന് എന്താ പഠിക്കാൻ പോകുന്നത്, നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്, സമയം അനുസരിച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്ട്രൈക്ക് ഓഫ് ചെയ്യുമ്പോൾ വേറെ തന്നെ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ പറയുന്നത് വീക്ക്ലി പ്ലാനേഴ്സ്. ഇപ്പോൾ നേരത്തെ ഡെയിലി പ്ലാനേഴ്സ് പറഞ്ഞു, ഇനി വീക്ക്ലി പ്ലാനേഴ്സ് ആണ്. ഓരോ വീക്കിലും എക്സാംസ് ഉണ്ടാവില്ലേ, വീക്ക്ലി എക്സാം പറഞ്ഞ സംഭവം ഉണ്ടാവും. അപ്പം ഇപ്പോൾ മൊഡ്യൂൾ എക്സാം എന്ന് പറഞ്ഞതാണ് എൻ്റെ വീക്ക്ലി എക്സാം ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് എഴുതി വെക്കും. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എക്സാമിനുള്ളത് എന്നുള്ളത് എഴുതി വെക്കും. ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും ഞാൻ ഡെയിലി പ്ലാനർ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഡെയിലി പ്ലാനേഴ്സ് നമ്മൾ ഓരോ ചാപ്റ്റർ എഴുതി വെക്കില്ലേ, ആ ചാപ്റ്റർ ഏതെന്നായിരിക്കും വരുന്നത്, ഈ വീക്ക്ലി പ്ലാനറിൽ നമ്മൾ ഓൾറെഡി എഴുതി വെച്ച ചാപ്റ്റേഴ്സ് ആ എക്സാം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ എക്സൽ ചെയ്തിട്ടുണ്ടോ, നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് എക്സാം എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് വരണം. അത് തന്നെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ എക്സാമിൻ്റെ എഴുതി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആലോചിക്കാം. മൊഡ്യൂൾ എക്സാംസിൻ്റെ ചാപ്റ്റേഴ്സ് ഒക്കെ അതാണ് നമ്മൾ വീക്ക്ലി പ്ലാനർ. ഒരു വീക്കിൽ നമ്മൾ എന്തൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, അത് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം, അതിന് ശേഷം അത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാവുന്നതാണ് വീക്ക്ലി പ്ലാനർ. ഇനിയുള്ളത് മന്ത്ലി പ്ലാനർ. ഈ മന്ത്ലി പ്ലാനർ എന്ന് പറയുന്ന സമയത്ത് മൊഡ്യൂൾ എക്സാംസ് എല്ലാം കൂടെ വന്നിട്ട് ഒരു ക്യുമുലേറ്റീവ് എക്സാം പോലെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ മന്ത്ലി പ്ലാനർ. കുറച്ചുകൂടി ലോങ് ടേം ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓർഗാനിക് തീർക്കണം, ഈ മന്തിൽ നിങ്ങൾക്ക് ഓർഗാനിക് തീർക്കണം എന്നുള്ളൊരു സംഭവമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കില്ല. അതിലൊരു മന്ത്ലി പ്ലാനർ എന്നുള്ള രീതിയിൽ വെക്കാം. ഇനി പ്ലാനറിൻ്റെ പ്രത്യേകത കുറച്ചുകൂടി കാണിച്ചു തരാം. മൊഡ്യൂൾ എക്സാം 2 ഒക്കെ ഉണ്ടല്ലോ, അടുത്ത വീക്കിൽ വരുന്ന മൊഡ്യൂൾ എക്സാം 2 ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി മൊഡ്യൂൾ എക്സാമിനേഷൻസ് നമ്മൾ എവിടെ എത്തി എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാവണമല്ലോ. നമ്മളിപ്പോൾ പഠിച്ചിട്ട് ഏത് ലെവലിലാണല്ലോ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മൊഡ്യൂൾ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ എക്സാമും ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റ് ഇട്ടിട്ട് കണ്ടോ, ഓരോ എക്സാം എഴുതി വെച്ചിട്ടുണ്ട്. December 13th തുടങ്ങണതാണ് മൊഡ്യൂൾ എക്സാം 1. അതിൽ വരുന്ന മാർക്കുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 624, 598, 611 എന്നൊക്കെ പറഞ്ഞിട്ട്. ഫസ്റ്റ് എക്സാം എനിക്ക് നടത്തിയപ്പോൾ 624 ആയിരുന്നു. അത് നെക്സ്റ്റ് എക്സാം നടത്തിയപ്പോൾ 598. അപ്പോൾ തന്നെ ഓക്കെ 600 അടിയിലേക്ക് ആയല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ 611 ആയി, 631 ആയി, പിന്നെ 592 ആയി,
659 553 ഉണ്ട്. 534 ഒക്കെ ആയ സമയത്തേക്ക് ഞാനൊക്കെ ഇല്ലാണ്ടായിക്കണം. ഓക്കെ, 600 താഴത്തേക്കൊക്കെ പോയിന്ന് പറഞ്ഞാൽ ആ സമയത്ത് 600 മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ പ്രശ്നം കാര്യമാണ്. പക്ഷെ ഇപ്പോൾ 2025 എക്സാം നടന്നപ്പോൾ എന്താണ് 600 അടിയിലുള്ള ആൾക്കാർക്കും അഡ്മിഷൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ വർഷവും അത് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ മാക്സിമം നിങ്ങൾ ആ 600 ലെവൽ സ്കോർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ മൊഡ്യൂൾ എക്സാമിനേഷൻസ് ഫുള്ള് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കിട്ടുന്ന ഓരോ മാർക്ക് നോട്ട് ചെയ്ത് വെച്ചു. ബിലോ 600 ആവുന്ന സമയത്ത് ഹൈലൈറ്ററിനോട് ഇട്ട് വെച്ചിട്ടോ. ഇനിയില്ലേ ഫിസിക്സ് ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ് NCERT എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് NCERT എക്സ്ട്രാക്ട് ഫ്രം ദിശ പബ്ലിക്കേഷൻസ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്ന് സബ്ജക്റ്റിൽ ഇവർക്ക് ഈ ബുക്ക് ഉണ്ട് കേട്ടോ. ഈ ബുക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ NCERT ബേസ്ഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ NCERT വൺ ലൈനേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് NCERT വായിക്കാതെ തന്നെ എങ്ങനെയൊക്കെയാണ് NCERTയിലെ ഓരോ പോയിന്റ് മിസ് ഔട്ട് ആവാതെ NCERT വൺ ലൈനേഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ അത് വായിച്ചിട്ട് തുടങ്ങാം. അത് കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ തന്നെ സാധാരണ NCERTത്തെ ഓരോ ലൈനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ഓരോ ക്വസ്റ്റ്യനിലും നല്ലൊരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എവിടുന്നാണ് വന്നത് എന്നുള്ള കറക്റ്റ് NCERT പേജ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് എടുത്ത് ആ പേജ് നമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അതും കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോഴുള്ള എക്സാം എന്നൊക്കെ പറഞ്ഞാൽ അസേഷൻ റീസെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് പണ്ടത്തെ പോലെ ഈ 2025 എക്സാം നോക്കുകയാണെങ്കിലോ പണ്ടത്തെ പോലെ കറക്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നല്ല വരുന്നത്. കുറച്ചും കൂടി പുതിയ ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നത്. അപ്പം അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതുണ്ടാവുക. NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ബേസ്ഡ് MCQs എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് വേണം അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് എടുക്കാം. ഇതിൽ കംപ്ലീറ്റ് NCERT ബേസ്ഡ് ആട്ടോ, കംപ്ലീറ്റ്ലി NCERT ബേസ്ഡ് ആണ് ഉള്ളത്. ഈ ബുക്കിന്റെ ലാസ്റ്റിൽ തന്നെ 2025 നീറ്റ് പാറ്റേൺ വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് സെൽഫ് അസസ്മെന്റിന് വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആവും. ലാസ്റ്റിലേക്ക് ആവുന്ന സമയത്ത് ഫുൾ ടോപ്പിക്സ് എക്സാമിനേഷൻ ഉണ്ട്. ഈ ഫുൾ ടോപ്പിക്സ് എക്സാമിനേഷൻ്റെ കറക്റ്റ് മാർക്കൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഡേറ്റിലും ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് 649, 643, 622, 619, 564 എത്തുമ്പോഴേക്കൊക്കെ തീരുമാനം ഇനി കിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലായി. 612, 648, 680 ഒക്കെ മെഗാ ടെസ്റ്റിനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു എക്സാമിന് 690 ഉണ്ട്. എൻ്റെ മാക്സിമം സ്കോർ പോയിട്ടുണ്ടായിരുന്നത് 690 ആണ്. അതിന് മുകളിലേക്ക് സ്കോർ പോയിട്ടില്ല. 690 ആണ് മാക്സിമം സ്കോർ പോയത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അവിടെ റേസിൽ നടത്തിയ എക്സാം പ്ലസ് ഞാൻ സ്വന്തമൊക്കെ എഴുതുന്ന എക്സാമിന് ഞാൻ ഫുൾ ടോപ്പിക്സിന് ഇങ്ങനെ മാർക്ക് ഇട്ട് വെക്കുന്നതാണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞത് ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്ലാനർ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡെയിലി പറഞ്ഞു, വീക്ക്ലി പറഞ്ഞു, മന്ത്ലി പറഞ്ഞു. ഇനിയുള്ളത് ഒരു ലോങ് ടേം പ്ലാനർ എന്നുള്ള സംഭവം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ ഇട്ട് വെക്കുക. കണ്ടോ, എല്ലാ ചാപ്റ്റേഴ്സും എഴുതി വെക്കുക. കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഇവിടെ ഫോർ എ ന്യൂ ബിഗിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഞാനൊരു 4 കോളമാക്കി. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി. ഇപ്പം ഞാൻ ഇവിടെ റിവിഷൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം. ഓക്കെ, സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഉണ്ട്. പിന്നെ ഉള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് 1. അത് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇനീഷ്യലി 50 ക്വസ്റ്റ്യൻസ് ചെയ്യില്ല, അതാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് 1. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് 2 എന്ന് പറഞ്ഞത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ മൊഡ്യൂൾ എക്സാംസ് വരുമ്പോഴും അല്ലാത്ത എക്സാം വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യില്ല. അത് മൂന്നാമത്തെ തന്നെ Q3 എന്ന് പറയുമ്പോൾ പിന്നെ ലാസ്റ്റിലേക്ക് നമ്മൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ അത് ചെയ്തിട്ടുണ്ടോ സംഭവം. പിന്നെ ഉള്ളത് റിവിഷൻ. ഈ റിവിഷനൊന്നും ഞാൻ ടിക്കിടാ, റിവിഷൻ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ടിക്കിടാത്തതാട്ടോ. അപ്പം ആ ഒരു സംഭവം നോക്കുക. സ്റ്റഡി, ക്വസ്റ്റ്യൻ 1, ക്വസ്റ്റ്യൻ 2, ക്വസ്റ്റ്യൻ 3, പിന്നെ റിവിഷനൊക്കെ ചെയ്യുന്ന രീതിയിൽ കേട്ടോ. പിന്നെ അപ്പോൾ ആ കറക്റ്റ് ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നത്. ഫിസിക്സും കെമിസ്ട്രിയാണ് ഞാൻ എങ്ങനെ എഴുതി വെച്ചത്. ബയോളജി ഉണ്ട്. ബയോളജിക്ക് ഇതാ കണ്ടോ, ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കും. ഇതാണ് നിങ്ങളുടെ ലോങ് ടേം പ്ലാനർ. നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ മുതൽ ഡേ 1 മുതൽ ഡേ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് നീറ്റിന് എന്താണോ പഠിക്കാനുള്ളത് ഓരോ ചാപ്റ്ററും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് നിർബന്ധം ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയുള്ളത് റിവിഷൻ. എപ്പോഴാണ് റിവിഷൻ ചെയ്യാന്നുള്ള സംഭവം. ഇന്ന് ഞാൻ പഠിച്ചൊരു ചാപ്റ്റർ ഞാൻ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്ക് റിവിഷൻ ചെയ്തിട്ടുണ്ടാവും. മീൻസ് ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു ചാപ്റ്റർ കഷ്ടപ്പെട്ട് പഠിച്ചു, അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. പിറ്റേന്ന് രാവിലെ 5:30 ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ 5:30 to 6 എന്നുള്ള സമയം 1/2 മണിക്കൂർ ഞാൻ ആ റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. ഫസ്റ്റ് ഡേ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറേ ടൈം എടുക്കും അല്ലേ, കുറേ ടൈം എടുക്കും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. പക്ഷേ 5:30 to 6 എന്നുള്ള സമയത്ത് കുറേ ടൈം എടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആകുന്ന സമയത്ത് 2-3 ചാപ്റ്റർ കൂടുമല്ലോ. കാരണം നമ്മൾ ഓൾറെഡി പിറ്റേന്ന് ദിവസം വേറെ ചാപ്റ്റർ പഠിച്ചല്ലോ. അങ്ങനെ ആകുന്ന സമയത്ത് ആ ഒരു ചാപ്റ്ററും കൂടി കൂട്ടിയിട്ട് പഠിക്കാം. മീൻസ് ആ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ടാവും, റിവിഷൻ നോട്ട് ബുക്ക് ഉണ്ടാവും, അതിൽ നോക്കിയിട്ട് റിവൈസ് ചെയ്യുക. ഞാൻ ആ റിവിഷൻ നോട്ടും കൂടെ കാണിച്ചു തരാം. അതും ഇവിടെ ഉണ്ട്, ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ റിവിഷൻ നോട്ട് പറഞ്ഞാൽ ഷോർട്ട് നോട്ട്സ്. അപ്പോൾ DNF ബ്ലോക്ക് ഒക്കെ ഉണ്ടോ, DNF ബ്ലോക്കിൻ്റെ ഒക്കെ ഷോർട്ട് നോട്ട്സ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സിൽ കറക്റ്റ് ഓരോന്നിങ്ങനെ എഴുതി വെക്കും. അതെന്ത് ചെയ്യും, പിറ്റേന്നെടുത്ത് ഞാൻ വായിക്കും. കണ്ടോ, ഓരോ ഇതൊക്കെ എഴുതി വെച്ചത് അത് പിറ്റേന്നെടുത്ത് വായിക്കും. ഇപ്പോൾ ഫിസിക്സ് ആണ്, ഇത് കെമിസ്ട്രീൻ്റെ ആണ്. ഫിസിക്സ് ആണെങ്കിൽ അതുണ്ട്.
അപ്പോൾ ഓരോ ദിവസം ആവുന്ന സമയത്ത് നമുക്ക് ചാപ്റ്റർ കൂടി വരും, പക്ഷെ നമ്മൾ എടുക്കുന്ന സമയം കുറഞ്ഞു വരും. അത് നമ്മൾ ആ പ്രാക്ടീസിലൂടെ നമുക്ക് ഇങ്ങനെ റെഡി ആവും കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യാം. ഇനി വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ഫിസിക്സ് കണ്ടോ, ഫിസിക്സത്തെ ഓരോരോ റൊട്ടേഷൻ ചാപ്റ്ററിലാണ് ഫിസിക്സ് ഇങ്ങനെ ഓരോന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ചെയ്യാം. ഇപ്പോൾ റിവിഷൻ എല്ലാം ഡെയിലി നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വോൾട്ട് ചാപ്റ്റർ അല്ലെങ്കിൽ വോൾട്ട് സബ്ജക്റ്റ് നമ്മൾ റിവൈസ് ഒക്കെ ചെയ്യുക ഓരോ മൊഡ്യൂൾ എക്സാം ഒക്കെ വരുന്ന സമയത്താണ്. ഈ മൊഡ്യൂൾ എക്സാമിന് നമ്മൾ പഠിക്കുന്നതിനാണ് നമ്മൾ റിവിഷൻ എന്ന് പറയുക. അതിന് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നില്ലല്ലോ. റിവിഷൻ ചെയ്യുന്നത് നമ്മൾ മൊഡ്യൂൾ എക്സാമിന് എന്താണ് പഠിക്കുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് റിവിഷൻ ചെയ്യുന്നത്. കൂടുതലിട്ട് തിയറിയിലേക്ക് ഇരിക്കാതിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഡെയിലി പ്ലാനേഴ്സിൻ്റെ മോഡലൊക്കെ ഞാൻ ഇവിടെ ഇടാം. PDF ആയിട്ട് വേണമെങ്കിൽ താഴത്തും കൊടുക്കാം. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴത്ത് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഇതിൽ ഒന്നും കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇനിയിപ്പോൾ ആർക്കെങ്കിലും പ്ലാനർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ട്രാക്കിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ ഫോക്കസ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നുണ്ട്. എൻ്റെ അടിയിൽ നടത്തുന്ന ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ്. മെഡിക്കോസ് ആയിരിക്കും നിങ്ങളുടെ മെൻറ്റേഴ്സ് ആയിട്ട് ഉണ്ടാവുക, നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റേഴ്സ് ആയിരിക്കും കേട്ടോ. ഈ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഷെഡ്യൂൾസ് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് വേറെ തന്നെ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങളെ ഡെയിലി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള മെഡിക്കോസ് ഉണ്ടാവും. വാട്സപ്പ് വഴിയായിരിക്കും, ഫോൺ കോൾ വഴിയായിരിക്കും മെൻറ്റർഷിപ്പ് നടക്കുക. 700 rupees നമ്മൾ മന്ത്ലി ചാർജ് ചെയ്യുന്നത്. അപ്പം ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ ജെന്യൂൻ ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ താഴത്തെ ലിങ്ക് കൊടുക്കുക. ആ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്താൽ മതി. നമ്മൾ അപ്പം തന്നെ കോൾ ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടിച്ച് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ആരെങ്കിലും കുട്ടികളുണ്ട്, നിങ്ങളുടെ കസിൻസ് റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് അയച്ചു കൊടുക്കുക. ഇനീഷ്യലി നിങ്ങൾക്ക് ഒരു പുഷ് മതിയാവും ബാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ സാധാ പോലെ ആ ട്രാക്കിൽ ഇങ്ങനെ കയറി പോയിക്കോളും. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പാണ്. ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്ലാനറുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് നിൽക്കുന്നു, എങ്ങനെയൊക്കെയാണ് പ്ലാനേഴ്സ് ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ താഴത്ത് കമൻസിൽ പറയാം. നമുക്ക് അതിനെ കുറിച്ച് അടുത്ത വീഡിയോ ചെയ്യാം.